ഹലോ, വെൽക്കം ബാക്ക് ടു സുമോസ് വ്ലോഗ്. ഇന്ന് ഒരു യാത്ര പോവുകയാണ് അൽമാട്ടിയിലേക്ക്. മസ്കറ്റ് ടു ദോഹ, ദോഹ ടു അൽമാട്ടി, കസാക്കിസ്ഥാൻ. ജഹറ പഠിക്കുന്ന അവിടെയാണ്. ജഹറാനെ കാണാനും തിരിച്ച് ജൂൺ 3 റിട്ടേൺ ആണ് വിത്ത് ജഹറ. ഇപ്പം മസ്കറ്റ് എയർപോർട്ടിലുണ്ട്. വീഡിയോ എല്ലാവരും കാണാം, സ്കിപ്പ് ചെയ്യാതെ. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ആയി കുറച്ച് കഴിഞ്ഞ ഉടനെ ഫുഡ് വന്നു. ഒരു ഷോർട്ട് ഫ്ലൈ ആയതുകൊണ്ടും പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ടും ഒരു ലൈറ്റായിട്ടുള്ള ഫുഡാണ്. എനിക്ക് തോന്നുന്നു ഒരു പൊട്ടാറ്റോ സബ്ജി, പിന്നെ 2 തരം സോസ് ഉണ്ട്, മയണീസ് ആൻഡ് തഹീൻ, പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ്, കുഞ്ഞ് സൈസിൽ, നല്ല രസമുണ്ട് കാണാൻ. കഴിച്ച് നോക്കാം. ആദ്യം മയോണീസ് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണീസാണ് കേട്ടോ. പിന്നെ സബ്ജി യമ്മി ആയിട്ടുള്ള നല്ല സബ്ജി. മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കാണാമെന്നുള്ള രീതിയിൽ ഞാൻ ഹെഡ്ഫോൺ വാങ്ങിച്ചു. അതിൽ കുറച്ച് TV ഷോസ്, കുറച്ച് മൂവീസ് ഒക്കെ കാണുന്നുണ്ട്, എൻ്റർടൈൻമെൻറ്റ്. പക്ഷെ നമുക്ക് ഇത് ഒരു മൂവിയൊന്നും കണ്ടു തീർക്കാനുള്ള ടൈമില്ല. കാരണം വളരെ ഷോർട്ടായിട്ടുള്ള ഫ്ലൈ, ഒരു 1 hour ഫ്ലൈ ആണ് മസ്കറ്റ് ഖത്തർ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി ദോഹ. അതുകൊണ്ട് ആ ഒരു പരിപാടി വേണ്ടെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്നും അൽമാട്ടിയിലേക്കായിരുന്നു. പിന്നെ അടുത്ത കാലത്ത് നമ്മുടെ ഈ ഒരു വാറും പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് അവിടെ നിന്നുള്ള ഒരുപാട് ഫ്ലൈറ്റുകൾ ക്യാൻസലായി. പിന്നീടാണ് പിന്നെ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് യാത്ര ഇതുവഴി മാറിയത്. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ് ഖത്തർ വഴി പോകുമ്പോൾ. ഇവിടെ നമുക്കൊരു ഷോർട്ട് സ്റ്റേ മാത്രമേ ഉള്ളൂ. ഐ മീൻ ട്രാൻസിറ്റിൻ്റെ ഇടയിൽ ഒരു 1 hour 15 minutes എന്താ ഉള്ളെന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് മാറി കയറണം അൽമാട്ടിയിലേക്ക്. ലഗേജൊക്കെ പിന്നെ ട്രാൻസിറ്റ് ആയതുകൊണ്ട് നമുക്ക് അത് ഓട്ടോമാറ്റിക് അടുത്ത ഫ്ലൈറ്റിൽ കയറി വന്നോളൂ. ഇനി നമുക്ക് ദോഹയിൽ നിന്ന് അൽമാട്ടിയിലേക്കുള്ള
ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് നമ്പർ അറിയണം. നേരത്തെ ബോർഡിംഗ് പാസ് മസ്കറ്റിന് കിട്ടിയോണ്ട് ഗേറ്റ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ വന്ന് സ്ക്രീൻ നോക്കി 91C ആണ്. ഒരു വലിയ എയർപോർട്ടാണ് ഖത്തർ എയർപോർട്ട്. ഇങ്ങനെ ഒരു അരമണിക്കൂറോളം നടന്നതിന് ശേഷം C91 ഗേറ്റിലെത്തി. വലിയ കാലതാമസം വേണ്ടി വന്നില്ല കേട്ടോ. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് C91 ഗേറ്റിലേക്ക് 1/2 hour. ഇനി ഒരു 5 minutes പിന്നെ ബോർഡിങ് സ്റ്റാർട്ടാവും. അവിടെ നിന്ന് പിന്നെ ഒരു 1/2 hour കഴിഞ്ഞാൽ ടേക്ക് ഓഫ് ടൈമായി. അപ്പോൾ ഒരു 1 hour ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ എത്തിയതിന് ശേഷം. എയർപോർട്ടിൻ്റെ വലിപ്പം കാരണം, നടന്നത് കാരണം അതിലൊരു അരമണിക്കൂർ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വലിയ എയർപോർട്ടാണ്. കഴിഞ്ഞ എൻ്റെ ചൈന ട്രിപ്പിലുള്ള വീഡിയോയിലൊക്കെ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ കൂടുതലായിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം അൽമാട്ടിയിലേക്കുള്ള ഫ്ലൈറ്റ്, അവിടുത്തെ വിശേഷങ്ങളും ഫ്ലൈറ്റിലെ വിശേഷങ്ങളും എന്തെങ്കിലുമൊക്കെയാണെന്ന് അറിയിക്കാം. എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് കസാക്കിലേക്കുള്ള, അൽമാട്ടിയിലേക്കുള്ള. കസാക്കിയാണ് പുള്ളി വിത്ത് ഫാമിലി. അങ്ങനെ അൽമാട്ടിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി. ഇവിടെ നിന്ന് 4.5 hours ഫ്ലൈ ആണ് കേട്ടോ, ടു അൽമാട്ടി. അപ്പോൾ ഒമാനിൽ നിന്ന് പോവുകയാണെങ്കിൽ 3 hours 3.5 hours ഉള്ളത്. ഇവിടെ വന്നിട്ട് ആ 1 hour ഡിസ്റ്റൻസ് കൂടുതലാണ് ഇവിടുന്ന് പോകുമ്പോഴും. പിന്നെ ഇവിടെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒമാനിൽ നിന്ന് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കണക്ഷൻ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത്. Devices. For more information, please read the RX1 Play web app player, which is located in the seat pocket. There are individual reading lights which are safe and ready. ഖത്തറിന് പിന്നെ അൽമാട്ടിയിലേക്കുള്ള ഫ്ലൈ ഖത്തർ എയർവേസിന് ഫ്രണ്ട് 3rd row തന്നെ സീറ്റ് കിട്ടി. അതൊരു വലിയ ഗുണമായി. കാരണം ആദ്യം മസ്കറ്റിൽ നിന്ന് ദോഹയിലേക്കുള്ള ഫ്ലൈറ്റിൽ എനിക്ക് കിട്ടിയത് ഏറ്റവും ലാസ്റ്റായിരുന്നു 26. ഇതിപ്പോൾ 10F ആൻഡ് ഫ്രണ്ട് തന്നെ ഉണ്ട്. ഒരു നല്ല ഒരു കോ പാസഞ്ചർ കിട്ടി തൊട്ട് സൈഡിൽ. അയാളായിട്ട് ഇങ്ങനെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഉണ്ട്. അവിടെ ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്, എന്താണെന്നൊക്കെ. നല്ലൊരു മനുഷ്യൻ. ഫുഡ് സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ നമ്മളുടെ അടുത്തെത്തി. പൊതുവേ ഖത്തർ എയർവേസിൽ നല്ല ഫുഡാണ് കിട്ടുക. ഞാൻ എന്തായാലും ഓർഡർ ചെയ്തിരിക്കുന്നത് നൂഡിൽസും ചിക്കനുമാണ്. അതിൻ്റെ കൂടെ ഒരു സ്വീറ്റ് ഉണ്ട്, കേക്കാണെന്ന് തോന്നുന്നു, പ്ലസ് സാലഡ്. ഇതാണ് നൂഡിൽസും ചിക്കൻ. അതിൻ്റെ കൂടെ ഒരു ബണ്ണുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. സ്മോക്കി ചിക്കനാണ് കേട്ടോ. നൂഡിൽസ് വിത്ത് സ്മോക്കി ചിക്കൻ. അങ്ങനെ നല്ല അടിപൊളി മീലായിരുന്നു. കഴിച്ചു കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പിന്നെ ഈ സ്വീറ്റ് കേക്ക് ഉണ്ടല്ലോ, ഒരു മധുരം ഒരൽപ്പം കൂടുതൽ. ഞാൻ ഇത്ര മധുരം കഴിക്കാത്തതുകൊണ്ട് ഞാനത് കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ ഫുഡ് രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞൊരു ബ്ലാക്ക് കോഫി ഓർഡർ ചെയ്തു. ബ്ലാക്ക് കോഫീൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മുടെ ലോട്ടസ് ബിസ്ക്കറ്റ് കിട്ടി. എനിക്ക് തോന്നുന്നു
ഖത്തർ എയർവേസ് കണക്റ്റഡ് വിത്ത് ലോട്ടസ് ബിസ്ക്കറ്റ്. എപ്പോൾ വന്നാലും ഖത്തർ എയർവേസിൽ ഈ ലോട്ടസ് ബിസ്ക്കറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ അൽമാട്ടിയിലെത്തി. ഇമിഗ്രേഷൻ വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. 2 മിനിറ്റ് കൊണ്ട് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ലഗേജ് എടുക്കുന്ന ബെൽറ്റിലെത്തി. നല്ല തിരക്ക് ഇവിടെ. ഇമിഗ്രേഷനിൽ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാം എം ടി ആയി. അപ്പോൾ ലഗേജ് എടുക്കുന്നിടത്ത് നല്ല തിരക്കുണ്ട്. ലഗേജ് കിട്ടാൻ സമയം എടുക്കുമായിരിക്കും. ഒരുപാട് മുമ്പ് വന്ന ഫ്ലൈറ്റിൻ്റെയൊക്കെ ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. എന്താണ് അവസ്ഥ, തണുപ്പ് കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. സഹറിയും ഫ്രണ്ട്സൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ 4 പേരാണ് ഒരുമിച്ച് താമസമൊക്കെ. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. വാലേക്കും അസ്സലാം. താത്തമാരൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നിന്നുള്ള റൂമിലേക്കുള്ള അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ടാക്സി ബുക്ക് ചെയ്യണം ഓൺലൈൻ വഴി. എല്ലാവരും കൂടിയിട്ട് ഓൺലൈനിൽ തപ്പിക്കൊണ്ടുണ്ട്, കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്. നല്ല തണുത്തൊരു കാലാവസ്ഥയും. നല്ല മഴയല്ല, ഒരു ചാറ്റൽ മഴ. ഇവിടെ അങ്ങനെ ഒരു ഹെവി റെയിനായിട്ടൊന്നും വരാറില്ല, ചാറ്റൽ മഴ. ഇപ്പം ടാക്സിക്ക് വേണ്ടിയുള്ള ശ്രമമാണ്. ഒന്നാമത്തെ പ്രശ്നം, നമ്മൾ 5 പേരുണ്ട്, 4 പേർക്കേ പോകാൻ പറ്റുള്ളൂ ടാക്സിയിൽ. 2-3 ആൾ കൂടിയിട്ട് പെട്ടി പൊളിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. തല തിരിച്ചിട്ടിട്ട് പെട്ടി പൊളിച്ചിട്ടുണ്ട്. തല തിരിഞ്ഞ ടീമാണ് മൊത്തത്തിൽ. അടിവശം ഉണ്ടായ സാധനം ആദ്യം കിട്ടും സംഭവമാണ്. എല്ലാവരുടെയും പേരെഴുതിയിട്ട് ഉംറക്ക് പോയപ്പോൾ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സുജാത മുസല്ല എന്ന് പറയും മലയാളീസ്. കാണിക്കടി എല്ലാവരുടെയും പേരെഴുതി കാണിച്ച. എന്താ സഹറ, സുഹ, ആയിഷ, പതു. ശർക്കര, ജീരകം, ചുക്കുമുളക്, തൃപ്പല്ലി, സുഹാന്റെ സ്പെഷ്യൽ എന്നാണ്. വരുന്നതിന് മുമ്പ് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങൾ മിസ് ചെയ്യുന്ന ഫുഡ് തരാൻ്റെ അടുത്ത്. അപ്പോൾ പറഞ്ഞു ഇറച്ചിയും പത്തിരിയും. അപ്പം നല്ല ഫ്രഷ് ബീഫും നെയ്പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി അത് ചൂടാക്കിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റാണ്. അത് ഒരു പ്രവാസികളുടെ ഒരു വികാരം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ഫ്രഷ് ബീഫ് വറുത്തതും നെയ്പത്തിരി എന്ന് പറയുന്നത്. ഫുഡൊക്കെ കഴിച്ച് ആകുമ്പോഴേക്കും ഏകദേശം സമയം ഇപ്പം 4 മണി കഴിഞ്ഞു. പുലർച്ചെ ഉറങ്ങാൻ പോവാണ്. രാത്രി ഒട്ടും ഉറങ്ങിയിട്ടേ ഇല്ല ഫ്ലൈറ്റിൽ. അപ്പുറത്തെല്ലാവരും പോയി കിടന്നിട്ടുണ്ട്. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.